കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകൾ ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങൾക്ക് മിക്കവർക്കും അത് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു വേദചിന്തയിലേക്ക് കടന്നു പോകുന്നു. അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഈ വേദഭാഗം കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഇഹലോകത്തിലെ ജീവിതം വിട്ട് തന്നെ അയച്ചതായ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ സംഭവിച്ചതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയം വരെയും അവൻ എങ്ങനെയാണോ തനിക്കുള്ളവരെ സ്നേഹിച്ചത് അതുപോലെ അവസാനം വരെയും സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരാളുടെ മരണ ദിവസം അയാൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ വേർപിരിയൽ താൻ അറിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അവൻ വളരെ ഏകാന്തത ഉള്ളവനായിത്തീരും, വളരെ വിഷമം നേരിടുന്നതായ ഒരു വ്യക്തിയായി തീരും. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൽ അങ്ങനെ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് യേശു എന്താണ് ചെയ്തതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ. ഈ പദം എന്നെ വളരെയധികം സ്പർശിപ്പാനിടയായി തീർന്നു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ. തനിക്കുള്ളവർ ആരാണ്? തനിക്കുള്ളവർ എന്ന് കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു സ്ത്രീ യേശുവിൻ്റെ ശുശ്രൂഷയുടെ വേളയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവരത്രേ എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും എല്ലാം. എൻ്റെ റിലേഷൻ അവരാണ് എന്നാണ് യേശു സൂചിപ്പിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, തന്നിൽ വിശ്വസിക്കുന്നവരാണ് യേശുവിൻ ഉള്ളവർ എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. അത് ലോകത്തിലുള്ള സകലർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. പക്ഷേ നാം വിശ്വാസത്തിലൂടെ മാത്രമേ ആ മരണം നമ്മുടേതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ കർത്താവ് യേശുക്രിസ്തുവിൽ നമുക്ക് ആകുവാൻ കഴിയുന്നത് അവനിൽ വിശ്വസിക്കുന്നത് മൂലമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണ അളവിൽ കടന്നു വരുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്നേഹത്തിൽ കൊടുക്കൽ വാങ്ങലുകളോ നമ്മുടെ സ്നേഹത്തിൽ അതിൻ്റെ പൂർണ്ണതയോ ഒക്കെ വെളിപ്പെടുന്നത് നമ്മിൽ വിശ്വസിക്കുന്നവരെയാണ്, നമ്മിൽ ആശ്രയിക്കുന്നവരെയാണ്. നമ്മിൽ ഒരാൾ എപ്പോൾ വരെ വിശ്വസിക്കുന്നുവോ അപ്പോൾ വരെയും നമ്മുടെ കരുതലും നമ്മളുടെ സ്നേഹവും ഒക്കെ നമുക്ക് അവരോടുണ്ടായിരിക്കും. പക്ഷേ അവരെപ്പോൾ നമ്മളിൽ നിന്നും അവിശ്വസിച്ച് മാറുന്നുവോ ആ സമയം മുതൽ ആ പ്രൊവിഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാം ക്രിസ്തുവിൻ്റെതായി മാറണം. എങ്ങനെ? അവനിൽ വിശ്വസിക്കുന്നത് മൂലം, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന മൂലം. അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ വചനം കേട്ട് നാം അതുപോലെ അനുസരിക്കുന്നതാണ് അവനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പാപം ചെയ്യാതെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നാം അവൻ്റേതായിട്ട് മാറും. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയം വരെയാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രോമിസ് എന്താണ്? യേശു അവരോട് പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല.
അവനിൽ വിശ്വസിക്കുന്നവരുടെ മേലുള്ള അവൻ്റെ സ്നേഹം ഒരു നാളും കുറഞ്ഞു പോകുകയില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വാസ്തവമായി കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വചനങ്ങളെ നിങ്ങൾ അനുസരിച്ച് ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ്. ആ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ടാകാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിനുള്ളവർ ആണെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം യേശുവിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ യേശുവിൽ ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ ആരും ഞങ്ങളെ സ്നേഹിച്ചില്ല എങ്കിലും യേശുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ മേലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നാളും ഈ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല. ഞങ്ങൾ നിൻ്റെ സ്നേഹത്താൽ മുറുകെ പിടിക്കുന്നവരായി തീരുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും നിറഞ്ഞു വരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വേദവചന ചിന്തകൾ വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ജൂലൈ മാസം ആദ്യ ആഴ്ച മുതൽ എല്ലാ ആഴ്ചയിലും 3 ദിവസങ്ങളിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ പ്രഭാത ധ്യാനം പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഹിന്ദി സംസാരിക്കുവാൻ അല്ലെങ്കിൽ ഹിന്ദി മനസ്സിലാക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. ആ വീഡിയോ ചാനൽ പ്രത്യേകമായൊരു ചാനലായിരിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും സ്ഥിരമായിട്ട് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും ഉതകുന്ന രീതിയിൽ നിങ്ങളത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ആയതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all. Thank you for watching Morning Dew. Kindly tune up for next day messages.